ഉൽക്കാപതനത്തിന്റെ ആഘാതത്തേക്കാൾ 10 മടങ്ങ് വലുതായിരുന്നു അതിനുശേഷം നടന്ന കാര്യങ്ങൾ. ഭൂമിയിലുടനീളം ഷോക്ക് വേവുകൾ ഉണ്ടായി. അത് മരങ്ങളെ പിഴുതെറിഞ്ഞു. 2 കിലോമീറ്റർ ഉയരത്തിൽ ഉയർന്നു പൊങ്ങിയ ഭീമൻ തിരമാലകൾ രൂപം കൊണ്ട സുനാമിയിൽ വലിയൊരു ഭാഗത്തെ ജീവജാലങ്ങൾ തുടച്ചു നീക്കപ്പെട്ടു. അന്തരീക്ഷം മുഴുവൻ പൊടിപടലങ്ങൾ കൊണ്ട് മൂടി. അതുമൂലം സൂര്യപ്രകാശം ഭൂമിയിൽ പ്രവേശിക്കാതെയായി. സൂര്യപ്രകാശം മൂലം നിലനിന്നിരുന്ന സസ്യവർഗ്ഗങ്ങൾ അപ്രത്യക്ഷമായി. സൂര്യന്റെ ചൂട് ലഭിക്കാത്തതുമൂലം ഭൂമി തണുത്തുറയാൻ തുടങ്ങി. പിന്നീട് വർഷങ്ങളോളം ഭൂമിയിൽ മഞ്ഞു മൂടിക്കിടന്നു. ഇത് അന്നുവരെ ജീവിച്ചിരുന്ന 75% ജീവജാലങ്ങളെയും ഭൂമുഖത്ത് നിന്നും ഉന്മൂലനം ചെയ്തു. ഇതിനെ മാസ് എക്സ്റ്റിങ്ഷൻ അഥവാ കൂട്ടവംശനാശം എന്ന് വിളിക്കുന്നു.